ഇതിൽ കൂടുതൽ തരാനുള്ള പാങ്ങില്ല കുഞ്ഞച്ച. മുതലാളി, നീ വിചാരിക്കുന്ന പോലെയല്ല, ചന്ത കെട്ടുപോയി കുഞ്ഞച്ച. കച്ചവടം മുഴുവൻ കൊച്ചിക്ക് തള്ളിപ്പോയില്ലേ? ആലപ്പുഴയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവര് നേരിട്ട് കൊച്ചിയും തിരുവനന്തപുരമായിട്ടുള്ള ഇടപാടാ. ഇവിടെ ഇരിക്കുന്ന അരിച്ചാക്ക് കണ്ടൊന്നും നീ വിചാരിക്കണ്ട, മാർജിനൊക്കെ വളരെ കുറവാ. എടോ, കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് ഞാൻ പരോളി വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ? അന്നും ചന്ത കൊച്ചിക്ക് പോയിട്ടുണ്ടല്ലോ, അന്ന് നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അന്ന് താൻ എന്നാ പറഞ്ഞേ? നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടിയടറ, നിനക്ക് വർക്ക്ഷോപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാവുന്നു. തനിക്ക് വേണ്ടിയല്ലോ ഞാൻ അവനെ കുത്തി മലിച്ചത്. പൊന്നെ, കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അത് ശരി. അടിപിടിയാവുമ്പോ അടി ചിലപ്പോ കുത്തിലെത്തിയെന്ന് വരും, കുത്തുകൊണ്ടവൻ ചിലപ്പോ ചത്തെന്നും വരും. നിന്റെ കേസിന് ഞാൻ രൂപ 1-2 കൊല്ലല്ലോ ചെലവാക്കിയത്, അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ. ഓ, ഇയാളങ്ങ് ഒലത്തി ചെലവാക്കി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. കൊല്ലാന്റെ സ്ഥാനത്ത് കിടന്നിട്ടാണോ ഞാൻ വരുന്നേ? കുഞ്ഞച്ചൻ എന്ത് പറഞ്ഞാലും ശരി, വേണമെങ്കിൽ എടുത്തോണ്ട് പോ, എനിക്ക് ജോലി തിരക്കുണ്ട്. കുഞ്ഞച്ചൻ ചേട്ടോ, ചന്ത ദിവസമായിട്ടാ, നല്ല കച്ചവടമുണ്ട്. കിഴക്കുന്നുള്ള ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു. അലമ്പില്ലാതെ പോ. നീയൊക്കെ ഏതാടാ? ചേട്ടൻ ഞങ്ങളെ അറിയില്ല. ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ. പോയേക്ക, അതാ നല്ലത്. അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും. അല്ല, അവൻ കൊലപാതകം കഴിഞ്ഞ് 5-8 വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക. ഹലോ, പോലീസ് സ്റ്റേഷൻ. അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ, പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, കയറും. ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ, കേറ് കേറ് കേറാ. പറ്റില്ല പറ്റില്ല പറ്റില്ല, ഇവനൊക്കെ വേറെ വണ്ടിയില്ല. പോ പോ. ഇവരെല്ലാം കേട്ട് ഇറങ്ങോട്ടെ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അലിയെ ഒന്നും പേടിക്കണ്ട. വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെയായിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അലിയ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്നും ഇന്നലെയാണോ? അളിയൻ ചെല്ലേ, പോയി വേദപുസ്തകം വായിക്കേ. ആ, എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ, അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ, ഞാൻ CI. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു അടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന 4-5 ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ, ഉണ്ട് സർ. അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ, അത് നമ്മുടെ പാർട്ടി വിട്ടാല് സാർ, അത് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ. അല്പം മര്യാദ കൊടുത്ത് വിടണം, അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ. ഇരിക്കു പോരെ ചേട്ടാ. എടോ, PC 432. സർ, ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് ഒരേ ചായ, ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് മാത്രം. ശരി. വിളിച്ചത് സർക്കിളായിരിക്കും. അതെ. ആ, നമ്മുടെ കുര്യച്ചനെ കള്ളൻ. അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പോഴിങ്ങി വരുമെന്ന്. കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയാ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നേ? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാശുകൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലെ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും കോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയും പൊക്കോളും. അധികം പോയി വേദപുസ്തകം വായിക്കേ. എല്ലാരോടുമായിട്ടാണ് പറയുന്നത്. നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം. ഇല്ലേ 6 നീന്തിയ തോട് കയറി കടന്നു പോക്കണം.
എന്താണോ നോക്കി നിൽക്കുന്നത്? പോടാ. അതോ വേലി വിളിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേടാ. രണ്ടു തോടെ എണ്ണയുടെ ചെലവേ ഉള്ളൂ. പോയേക്കാം പാപ്പച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മുറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോവാം. ഈ ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി. 10-12 വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട്. എന്നെ കാണുമ്പോ അവൻ ഒഴിഞ്ഞു മാറും. പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ 1-ാം നമ്പർ റൗഡിയാണ് എന്റെ മോനെന്ന. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആയിട്ട് ഈ ഭൂലോകത്തുള്ള ഒരാൾ അച്ഛനാ. അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഓർത്ത് തന്നെയാ വന്നത്. ആദ്യം കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛനൊരു ലോഹ വാങ്ങിച്ചു തരണമെന്നോടെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവസാനം ആ പട്ടിയെ ചതിച്ചോ. അവൻ ആരാണ്? നിന്റെ അപ്പനോ അപ്പൂപ്പനോ? ആരാണ് അവൻ? എന്തിന്റെ പ്രതിഫലമാണ് നീ അവനോട് ഞാൻ ചോദിച്ചത്? നാണോ ഇല്ലടാ അവൻ ചോദിച്ചാനൊക്കെ? കുറച്ച് പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ ജീവിക്ക്. ഇവിടെ എങ്ങും വേണ്ട, ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ. എനിക്ക് ഈ കോട്ടയം വിട്ട് എങ്ങും പോകാൻ വയ്യച്ചോ. വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, ഗ്രാമമാണ്. അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. ഓടാങ്കര. ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഓടാങ്കര. ആ എന്തുവാ പ്രശ്നം? എന്തുവാ കാര്യം? കാര്യം ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ? എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. 1, 2. ശരിയാണല്ലോ, 2 കണ്ണുണ്ട്. ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിങ്ങിനാണോ വിറ്റാത്തിയും കടാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കെയെന്ന് പറഞ്ഞാ? ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുപോയവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല. ഞങ്ങൾ ഇറക്കും. അല്ലാതെ ഞാൻ അവർക്ക് കേറ്റിറക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. എങ്കിലും ഇറക്കാൻ ഒക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ചിക്കിലില്ലാത്തനെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ? ശരി, ഇറക്കിക്കോ. എന്ത് വേണം? 4500 രൂപയാവും. അയ്യോ, 4500 രൂപയോ? പൂജ്യമൊന്നും കൂടി പോയിട്ടില്ലല്ലോ. 450 അല്ലല്ലോ? അല്ല, 4500 ഒരു പൈസ കുറഞ്ഞാൽ ഇതിവിടെ ഞങ്ങൾ ഇറക്കില്ല, വേറെ ആരും ഇട്ട് ഇറക്കാനും പോകുന്നില്ല. ന്യായമായിട്ടുള്ള കൂലി പറ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇറക്കാനുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ. എന്റെ കയ്യിൽ ആകെ 1000 രൂപയേ ഉള്ളൂ. എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഒരു 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ കൂടെ സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അരമണിക്കൂറിന് കാര്യങ്ങൾ തീർക്കാൻ തന്നെ വാണ്ടേ? കടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണതല്ലേ, അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലങ്ങ് ആയിക്കോട്ടെ. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ? നിന്റെ തിരുമിഷ്ട അതാണെങ്കിൽ അതങ്ങ് നിറവേറട്ടെ. എന്റെ പൊന്ന് സാറേ, എന്നും കുന്നും 12 മാസവും ഇങ്ങനെ വന്ന് ഒപ്പിടാൻ പാടാണ് സാറേ. നല്ല നടപ്പെന്ന് പറയുമ്പോ ഞാനിപ്പോ വളരെ നല്ല നടപ്പ് തന്നെയായിപ്പോ. അങ്ങനെ ചീത്തയായിട്ട് നടക്കണമായിരുന്നേ കോട്ടയം ചന്തയിൽ തന്നെ കിടന്നാ പോരാഞ്ഞോ? ടൈപ്പ് റൈറ്റിംഗ് ആണ്, ഡ്രൈവിംഗ് സ്കൂളാണ്, തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഈ പട്ടിക്കാട്ടി വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരാഴ്ച ഞാൻ വന്ന് ഡെയിലി ഒപ്പിട്ടോളാം. പിന്നെ അങ്ങോട്ട് ആഴ്ചയിൽ 1 കിലോമീറ്റർ പോരെ? അല്ല സാറേ, ഞാനിപ്പോ പഴയതുപോലെ ഒന്നും അല്ല. വാചകം അടിക്കാതെ കുഞ്ഞച്ചാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? അല്ല, സാറ് തന്നെ എന്നെ വിളിച്ചു പറയും, കുഞ്ഞച്ച നീ സൗകര്യം പോലെ വന്ന് ഒപ്പിട്ടാ മതിയെന്ന്. അല്ല, എന്നിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാനങ്ങോട്ട്. കുഞ്ഞച്ചൻ പള്ളി വരണം. പ്രത്യേകിച്ച് ഞായറാഴ്ചയും കട ഒഴിവുള്ള ദിവസങ്ങളിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ. അതൊക്കെ എനിക്ക് അറിയാവച്ചോ. നാളെ ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല.
എന്നാലും എനിക്കിവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല അച്ഛോ. എന്നാലും ചില പ്രമാണിമാരൊക്കെ അറിയാം, നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ചേട്ടനൊക്കെ അറിയാം. ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടച്ചു, ഞാൻ അങ്ങോട്ട് എല്ലാരും കയറി പരിചയപ്പെട്ടോളാം. അച്ഛൻ വരണം. സിനിമാക്കാരൊക്കെ വരുന്ന ഒരു ഫംഗ്ഷന് ഞാൻ വരികയെന്ന് വെച്ചാൽ ഇല്ല. എന്റെ അനുഗ്രഹം കുഞ്ഞച്ചൻ എപ്പോഴും ഉണ്ടാവും. അയ്യോ അത് മതി, അത് മതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കും. അപ്പൊ ഞാനങ്ങോട്ട് പോയിട്ട് ഓ